ഹായ് ബഡീസ്, നമുക്കിതൊന്ന് അപ്സൈക്കിൾ ചെയ്താലോ? അപ്പം നമുക്കിത് ആദ്യം കഴുകി കുട്ടപ്പനാക്കാം. നമുക്കിന്ന് ഈ നെറ്റ് അപ്സൈക്കിൾ ചെയ്യാം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ നമുക്ക് ഈ സാധനം അപ്സൈക്കിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കമ്പി കത്രിക കൊണ്ട് കട്ട് ചെയ്യാം. കട്ടിംഗ് പ്ലെയർ കൊണ്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷെ കട്ടിംഗ് പ്ലെയർ കണ്ടില്ല. പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എനിക്കതും കിട്ടിയില്ലെങ്കിൽ കിട്ടിയ സാധനം വെച്ച് ഞാൻ ക്രാഫ്റ്റ് അങ്ങോട്ട് തുടങ്ങും. ഞാൻ ഈ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്യണേന്ന് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാൽ എന്നെ ശരിയാക്കി കളയും. ബിക്കോസ് ലാസ്റ്റ് ടൈം എനിക്ക് വാണിംഗ് കിട്ടിയതേ ഉള്ളൂ. അത് പോട്ടെ, സാരമില്ല. നമുക്കിതൊരു ബാസ്ക്കറ്റ് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുണ്ട് ഈ കമ്പി കൊണ്ട് ഇങ്ങനെ 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 നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ ഞാൻ മെയിൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്, അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാസ്ക്കറ്റ് റെഡിയായി. ഞാനിവിടെ ഈ കീറി പറഞ്ഞ ജീൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്ട്രിപ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്ത് ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ എടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ നെറ്റിൻ്റെ അറ്റത്ത് ഇത്തിരി ഷാർപ്പാണ്. അപ്പോൾ അത് നമ്മുടെ കൈ തട്ടുമ്പോൾ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു എസ്തറ്റിക് ലുക്സ് കിട്ടുന്നില്ല ഗായ്സ്, പറയൂ. എന്തായാലും എൻഡ് റിസൾട്ട് നല്ല കിടുക്കാച്ചയായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് വെച്ചൊരു ഹാൻഡ് ബാഗ് തയ്ക്കണോ എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ബാസ്ക്കറ്റ് തോർത്തിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്താ വെച്ചാലേ തോർത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിന്ന നിപ്പിലാണ് അത് കാണാണ്ടാവണേ. അപ്പം ഞാൻ വിചാരിച്ചു അതിനായിട്ടൊരു ഏരിയ തന്നെ കൊടുക്കാമെന്ന്. അപ്പോൾ എങ്ങനെയുണ്ട്? സംഭവം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.